റയൽ മാഡ്രിഡ് ഇതെന്തു ഭാവിച്ചാണ്? നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ലോസ് ബ്ലാങ്കോസ് നടത്തുന്ന ചടുല നീക്കങ്ങൾ കാണുന്ന ഏതൊരാളും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും. മാസ്റ്റർ തന്ത്രജ്ഞൻ ഹോസെ മൗറീനിയോ റയൽ ഡഗൌട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് മുതൽ താരകമ്പോളത്തിൽ വൻ ഡീലുകളുമായി കളം നിറയുകയാണ് സ്പാനിഷ് ക്ലബ്ബ്. പ്രതിരോധമുറപ്പിക്കാൻ ഇബ്രാഹിമ കൊനാട്ടെ, പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരുപോലെ കളം നിറയാൻ മാർക്ക് കുക്കുറയ്യ, ഡെൻസൽ ഡംഫ്രീസ്, മധ്യനിരയിൽ കളിമനിയാൻ ബെർണാഡോ സിൽവ. ഏറ്റവും ഒടുവിലായി ഗോൺസോല ഗാർഷ്യ പോയതിന് പിന്നാലെ സ്ട്രൈക്കർ റോളിലേക്ക് കാർലോസ് എസ്പിയും എത്തുന്നു. കിരീടമില്ലാത്ത ഒരു സീസണിന് ശേഷം യൂറോപ്പ് കീഴടക്കാൻ ലോസ് ബ്ലാങ്കോസ് ഒരുക്കിയ പുതിയ ഗലാറ്റിക്കോ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? റയൽ മാഡ്രിഡ് ട്രാൻസ്ഫറുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഏറ്റവും ഒടുവിൽ നടന്ന സ്പാനിഷ് യുവതാരം കാർലോസ് എസ്പിയുടെ ഡീലിൽ നിന്ന് തന്നെ തുടങ്ങാം. 25 മില്യൺ റിലീസ് ക്ലോസ് നൽകി ലെവൻഡയിൽ നിന്നാണ് 21-കാരൻ സ്ട്രൈക്കറെ മുൻ ചാമ്പ്യന്മാർ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തത്. ക്ലബ്ബ് വിട്ട ഗോൺസാലോ ഗാർഷ്യയുടെ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സൈനിങ്. ബാഴ്സലോണയുടെ ടാർഗറ്റിലുണ്ടായിരുന്ന താരത്തെ അപ്രതീക്ഷിത നീക്കത്തിനൊടുവിലാണ് റയൽ ബെർണബ്യൂവിൽ ലാൻഡ് ചെയ്യിച്ചത്. കഴിഞ്ഞ സീസണിൽ ലെവൻഡയ്ക്കായി ലാലിഗയിൽ 13 ഗോളുകളാണ് യുവ സ്പാനിഷ് ഫോർവേഡ് അടിച്ചുകൂട്ടിയത്. 2025-26 സീസണിൽ ലാലിഗ അണ്ടർ 23 പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. 6 അടി 4 ഇഞ്ച് ഉയരക്കാരനായ കാർലോസ് സെറ്റ് പീസുകൾ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കെൽപ്പുള്ള താരമാണ്. പോയ സീസണിൽ കിലിയൻ എംബാപ്പയുടെ പകരക്കാരനായി കളത്തിലിറങ്ങി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമാണ് ഗോൺസാലോ ഗാർഷ്യ. യുവ സ്ട്രൈക്കർ മടങ്ങുമ്പോൾ അതേ പ്രൊഫൈലിലുള്ള താരത്തെ എത്തിക്കാനായത് റയലിന് പ്രതീക്ഷ നൽകുന്നു. റയലിലെ തന്റെ മുൻ കോച്ച് അൽവാരോ അർബലാവോ ഫുൾഹാം പരിശീലക റോളിലേക്ക് എത്തിയതോടെയാണ് ഗാർഷ്യ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയത്. ഐവറി കോസ്റ്റ് യങ് വിംഗർ യാൻ ഡിയോമാൻഡയുടെ വരവ് വലിയ പ്രതീക്ഷയോടെയാണ് റയൽ ആരാധകർ കാണുന്നത്. 19-കാരനായി 100 മില്യൺ ചെലവഴിച്ചതും ഫ്യൂച്ചർ മുൻനിർത്തിയാണ്. PSG-യുടെ നീക്കം മറികടന്നായിരുന്നു RB ലൈപ്സിംഗിൽ നിന്ന് ഡിയോമാൻഡയെ ഒപ്പമെത്തിച്ചത്. പോയ സീസണിൽ ബുണ്ടസ് ലീഗയിൽ 33 മത്സരങ്ങളിൽ 12 ഗോളുകളും 9 അസിസ്റ്റുകളുമായി മിന്നും ഫോമിലാണ് ഈ യുവ വിംഗർ. ലൈപ്സിംഗ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പാക്കുന്നതിലും നിർണായക റോളാണ് താരം വഹിച്ചത്. അസാമാന്യ ഡ്രിബ്ലിംഗ് പാടവും ഗോളടിക്കാനുള്ള മികവുമാണ് ആഫ്രിക്കൻ താരത്തെ റയൽ റഡാറിലെത്തിച്ചത്. കൗണ്ടർ അറ്റാക്കിങ്ങിലും വലിയ ഭീഷണി ഉയർത്താൻ താരത്തിനാകും. ഈ കഴിഞ്ഞ ലോകകപ്പിലും ഐവറി കോസ്റ്റിനൊപ്പം ടീനേജറുടെ ചില മിന്നലാട്ടങ്ങൾ ഫുട്ബോൾ ലോകം കണ്ടതുമാണ്. ക്ലബ് ഇതിഹാസ താരം ഡാനി കർവഹാലിന്റെ റീപ്ലേസ്മെന്റായാണ് റയൽ ഡച്ച് താരം ഡംഫൽ ഡംഫ്രീസിനെ എത്തിച്ചത്. വലതു വിങ്ങിൽ ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന റൈറ്റ് വിംഗ് ബാക്ക്. ഇന്റർ മിലാനിൽ നിന്ന് 20 മില്യൺ നൽകി മാസങ്ങൾക്ക് മുൻപ് നടത്തിയ ഈ ഡീലും മികച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. മൗറീനിയോയുടെ സിസ്റ്റത്തിൽ ഫിസിക്കാലിറ്റിയുള്ള ഫുൾബാക്കിന് വലിയ റോളാണുള്ളത്. ഡംഫ്രീസിന്റെ വരവ് റയലിന് ഡിഫൻസീവ് സ്റ്റെബിലിറ്റിയും ഓവർലാപ്പിംഗ് പവറും നൽകുമെന്നാണ് സ്പാനിഷ് ക്ലബ്ബ് പ്രതീക്ഷിക്കുന്നത്. ഫ്രീ ട്രാൻസ്ഫറിൽ ബെർണാഡോ സിൽവയെ എത്തിച്ചതിലൂടെ എക്സ്പീരിയൻസ് തന്നെയാണ് മൗറീനിയോ ലക്ഷ്യം വെക്കുന്നത്. ടോണി ക്രൂസ്, ലൂക്കോ മോഡ്രിച്ച് എന്നിവരുടെ വിടവാങ്ങലിന് ശേഷം മിഡ്ഫീൽഡിൽ പ്രസ് റെസിസ്റ്റൻസ് താരത്തിന്റെ അഭാവം പ്രകടമായിരുന്നു. സാബി അലാൻസോ അർബലാവോ കാലയളവിൽ പ്രധാന മത്സരങ്ങളിലടക്കം റയൽ മധ്യനിരയിൽ ക്രിയേറ്റിവിറ്റിയുടെ അഭാവം പ്രകടമായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയിൽ പെപ് ഗാർഡിയോളയ്ക്ക് കീഴിൽ 16 ട്രോഫികൾ നേടി അനുഭവ സമ്പത്തുള്ള 31-കാരന്റെ വരവോടുകൂടി മിഡ്ഫീൽഡ് ശക്തിപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സിൽവയുടെ വിഷനും പ്ലേ മേക്കിംഗ് മികവും ഉപയോഗിച്ച് എംബാപ്പയുടെയും വിനീഷ്യസിന്റെയും അതിവേഗ കൗണ്ടർ റണ്ണുകളിലേക്ക് പന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാകുമെന്നും ക്ലബ്ബ് കരുതുന്നു. ഉയർന്ന വർക്ക് റേറ്റുള്ള പോർച്ചുഗീസ് മിഡ്ഫീൽഡറെ ഫ്രീ ട്രാൻസ്ഫറിൽ എത്തിക്കാനായതും മികച്ച ഡീലായാണ് വിലയിരുത്തപ്പെടുന്നത്. മാർക്ക് കുക്കുറയ്യ. ഇക്കഴിഞ്ഞ ലോകകപ്പിലെ പ്രകടനം മാത്രം മതി അയാളുടെ മികവ് അടയാളപ്പെടുത്താൻ. ഫെർലാൻ മെൻഡിയുടെ നിരന്തര പരിക്കുകളും ഫ്രാൻ ഗാർഷ്യ റയൽ ബെറ്റിസിലേക്ക് മാറിയതും കാരണം ലെഫ്റ്റ് ബാക്കിലെ ശൂന്യത കുക്കുറയ്യയിലൂടെ മറികടക്കാനാകുമെന്നാണ് മൗറീനിയോയും റയൽ മാനേജ്മെന്റും കരുതുന്നത്. വലിയ തുക നൽകി ചെൽസിയിൽ നിന്ന് സ്പാനിഷ് താരത്തെ എത്തിച്ചതും പോയ സീസണിലെ പ്രകടനം മുൻനിർത്തിയാണ്. 1-on-1 ടാക്കിളുകളിലെ മികവും 28-കാരനെ വ്യത്യസ്തനാകുന്നു. നിർണായക സമയങ്ങളിൽ ഗോൾ കണ്ടെത്താനും താരത്തിനാകും. വിനീഷ്യസ് ജൂനിയറിന് ബാക്കപ്പ് നൽകുന്ന ഓവർലാപ്പിംഗ് റോളിലും കുക്കുറയ്യയെ റയലിന് ഉപയോഗപ്പെടുത്താനാകും. പ്രതിരോധത്തിൽ ഡേവിഡ് അലാബ ക്ലബ്ബ് വിട്ടതോടെ വന്ന ഒഴിവിലേക്കാണ് ഇബ്രാഹിമ കൊനാട്ടയെ റയൽ എത്തിച്ചത്. ആന്റോണിയോ റൂഡിഗറിനൊപ്പം കൊനാട്ട അണിനിരക്കുമ്പോൾ യൂറോപ്പിലെ ഏറ്റവും ഫിസിക്കൽ ആൻഡ് ഏരിയൽ ഡൊമിനന്റ് സെന്റർ ബാക്ക് ജോഡിയായി റയൽ മാറും. ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന നിമിഷങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബാലൻഡിയോർ ജേതാവ് റോഡ്രിയെ സ്വന്തമാക്കാനുള്ള ശ്രമവും അണിയറയിൽ പുരോഗമിക്കുകയാണ്. പുതിയ സീസൺ മുൻനിർത്തി യൂറോപ്പിലെ ചാമ്പ്യൻ പട്ടം തിരികെ പിടിക്കാൻ റയൽ മാഡ്രിഡ് സജ്ജമായി കഴിഞ്ഞു. എതിരാളികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുക ലക്ഷ്യമിട്ടുള്ള കൃത്യമായ നീക്കങ്ങൾ. സമ്മർ ട്രാൻസ്ഫറിലെ അവസാന ദിനങ്ങളിൽ ഇനിയൊരു സർപ്രൈസ് നീക്കമുണ്ടാകുമോ? പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.